നമസ്കാരം. വിനിയാസ് ഫീഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നും പറയുന്നത് പോലെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/2 ടീസ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഇറച്ചിയോ മീനോ ഒക്കെ കറി വെച്ചാൽ, പ്രത്യേകിച്ച് മീനൊക്കെ വറക്കുകയാണെങ്കിൽ, അതും ഉണക്കമീനൊക്കെ വറക്കുകയാണെങ്കിൽ എന്തൊരു സ്മെല്ലായിരിക്കുമല്ലേ നമ്മുടെ കിച്ചണിൽ. അപ്പം നമ്മൾ ഈ ഒരു സ്മെല്ല് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാപ്പിപ്പൊടി ഇങ്ങനൊന്ന് ചൂടാക്കുന്നത്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായിരിക്കും മിക്കവാറും നമുക്ക് ഇതുപോലൊരു സ്മെല്ല് അനുഭവപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നതിന് മുന്നായിട്ട് നമ്മുടെ അടുക്കളയിലെ ആ ഒരു ചീത്ത മണമൊക്കെ ഒന്ന് കളയണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണ്. 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കുക. ഒത്തിരി അങ്ങോട്ട് കരിയാനായിട്ട് നിൽക്കേണ്ട. എങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഇതേപോലെ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരും കേട്ടോ. കാപ്പിപ്പൊടിയൊക്കെ വറുത്ത് പൊടിക്കുന്ന ആ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല്. ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിൽ മുഴുവനും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഈ ഒരു സ്മെല്ല് ഒന്ന് ആക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇത് മൂട തുറന്നൊന്ന് ഇങ്ങനെ വെച്ചിരുന്നാലും മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണിലെ ഇറച്ചിയുടെയും മീൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ എന്ത് തരം ദുർഗന്ധമാണെങ്കിലും നന്നായിട്ട് തന്നെ പൂർണ്ണമായിട്ടും തന്നെ അത് മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി രണ്ടാമത്തെ ടിപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കറുവാപ്പട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന്. പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിന് നല്ല രുചിയും മണമൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അത് തന്നെയല്ല, മറ്റ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കറുവാപ്പട്ടയ്ക്ക്. ഇപ്പോൾ ഇതൊന്നും അല്ല ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് വേണ്ടത് കറുവാപ്പട്ടയുടെ പൊടിയാണ്. അപ്പം ഞാൻ ആ കറുവാപ്പട്ട ഒന്ന് പൊടിച്ചെടുത്തതാണ്. പൊടിക്കുന്നൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പം ഞാനത് ഇതേപോലെ കറുവാപ്പട്ടയുടെ ഈ ഒരു പൗഡർ ഇതുപോലൊരു സ്പൂണിൽ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു മൺചിരാത് എടുത്തിട്ട് അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റാണ്. അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഞെരടുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് കടുകെണ്ണയാണ്. കടുകെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിരി ഇട്ടിട്ട് നമുക്കിതൊന്ന് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. വേറൊന്നിനുമല്ല, സന്ധ്യ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി എത്തുന്ന നമ്മുടെ കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൊതുക് ശല്യം രൂക്ഷമാകുന്ന സമയത്ത് കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകാതെ കണ്ട് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലെ കൊതുകുകളെല്ലാം തന്നെ പുറത്തു പോകുന്നതായിരിക്കും. ഇതിൽ നിന്നും വമിക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കൊതുകിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്യുകയാണെങ്കിൽ ഒറ്റ കൊതുക് പോലുമില്ലാതെ സകലത്തിനെയും നമുക്ക് വീടിന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 രൂപയുടെ ഒരു കോയിനാണ് എടുത്തിരിക്കുന്നത്. ഈ കോയിന് ഞാനിങ്ങനെ കൈത്തണ്ടയുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഒരു ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവർക്കും ഉള്ള ഒരു അസ്വസ്ഥതയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വരിക, അല്ലെ ഓക്കാനിക്കാൻ വരിക, അങ്ങനെയൊക്കെയുള്ളൊരു അസ്വസ്ഥത. അപ്പോൾ അങ്ങനെയുള്ളവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു കോയിൻ ഇങ്ങനെ കൈത്തണ്ടയിൽ വെച്ചിട്ട് ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള അസ്വസ്ഥതകളൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ നമ്മൾ സീറ്റിൽ വിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരത്തൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ന്യൂസ് പേപ്പർ കട്ടിക്കൊന്ന് വെക്കുകയാണെങ്കിലും നമുക്ക് ഛർദ്ദിക്കാനായിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് തന്നെ അറിയിക്കാൻ വേണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ്. നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ അച്ചാർ വീണാൽ അല്ലെങ്കിൽ എണ്ണക്കറിയൊക്കെ പറ്റിയാൽ അത് അനായാസം കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മുടെ നല്ല വസ്ത്രങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറകളൊക്കെ പറ്റുന്നത് അല്ലേ. ഞാനിവിടെ ഇപ്പം ഇതിൽ കറയൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് അച്ചാർ ഇതിലേക്ക് ഒന്ന് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ ആ ഓയിലും ഒക്കെ കൂടി പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എത്ര കഴുകി എന്ന് പറഞ്ഞാലും ആ ഒരു പാടൊക്കെ എന്തായാലും ഇവിടെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് ഈസി ആയിട്ടിട്ട് ഇത് കളയാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല,
ഒന്നുമല്ല, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. ഞാനത് അല്പം ടൂത്ത് പേസ്റ്റ് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ട്യൂബിലൊക്കെ ഉള്ളതൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ എടുത്താലും മതി. എന്നിട്ട് വേണ്ടത് ഒരു ബ്രഷാണ്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. ഒരുപാട് അമർത്തി ഒന്നും ചെയ്യണ്ട കേട്ടോ, വളരെ പതുക്കെ ചെയ്താൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാവേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ അച്ചാറ് കറ അതുപോലെ എണ്ണക്കറയൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം വൈറ്റ് കളർ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുകൊണ്ട് കഴുകിയെടുത്തപ്പോൾ കണ്ടോ ആ കറയെല്ലാം നല്ലതുപോലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പഴക്കം ചെന്ന കറ ആണെങ്കിലും ശരി, നമ്മളിങ്ങനെ ഈ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തന്നെ അത് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നെയിൽ പോളിഷ് എടുത്ത് പിന്നിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് കട്ടിക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് കട്ടിക്കടിച്ചു. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൂടെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സാരിയിലും ചുരിദാറിലും ഒക്കെ കുത്താൻ വേണ്ടിയിട്ട് സെഫ്റ്റി പിൻ എടുക്കാറുണ്ട് അല്ലേ. അപ്പം മിക്കവാറും തന്നെ അത് ഊരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇടക്കോട്ട് നൂലിങ്ങനെ കയറിയിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഡ്രസ്സിന് ഡാമേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ അങ്ങനെ നൂല് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ കുത്തുന്ന സമയത്ത് ഇതിങ്ങനെ ഉള്ളിലോട്ട് ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ കയറിയിട്ട് അവിടെ കീറി പോകാനുള്ള ചാൻസൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പിന്നുണ്ടോ അത്രയും പിന്നിൽ കുറച്ച് നെയിൽ പോളിഷ് ഒന്ന് അടിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്തത്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മിക്സിയുടെ അടിഭാഗത്തോട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം ഞാൻ കുറച്ച് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ ക്ലീൻ ചെയ്യാതെ വെച്ചിരുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതുപോലെ ഇങ്ങനെ അഴുക്കുകളെല്ലാം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള മിക്സി നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതുപോലൊന്ന് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ഇങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കെമിക്കൽ റിയാക്ഷനാണ് നിങ്ങൾ കാണുന്നത്, ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഇട്ടിരിക്കുന്ന ന്യൂസ് പേപ്പർ കൂട്ടി നമുക്കിങ്ങനെ ഇതിൻ്റെ ഇടഭാഗം എല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഇടഭാഗത്തൊക്കെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. ഇതിപ്പോൾ കുറേ പഴകിയ മിക്സിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു പെയിൻ്റൊക്കെ പോയിട്ടുണ്ടേ. അപ്പം ഇതുണ്ടോ, ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം ഇതുണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ആ പെയിൻ്റൊക്കെ പോയതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഒത്തിരി പഴകിയ മിക്സി ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ മിക്സിയൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കട്ടെ. അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ അഴുക്കൊക്കെ നല്ലതുപോലെ തന്നെ പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ മിക്സിയൊക്കെ നല്ലപോലെ ഉണക്കിയതിന് ശേഷം മാത്രമേ എടുത്ത് വെക്കാവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെ മുടിയുടേതനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിത് മിക്സ് ചെയ്യുന്നത് തേയില വെള്ളത്തിലാണ്. അപ്പോൾ നല്ല കട്ടിക്ക് തേയില വെള്ളം തിളപ്പിച്ച് അതൊഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇന്നത്തെ ഈ കാലത്ത് മകാല നര എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾ മുതൽ ഇങ്ങോട്ട് കൂടി നരയ്ക്കുകയാണ് ഇപ്പോഴും. അപ്പം നമ്മൾ മുടി കറക്റ്റായിട്ട് നമ്മൾ ഹെന്ന ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും. അപ്പം അത് പലരും കറക്റ്റായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹെന്നയൊക്കെ ചെയ്താലും കറക്റ്റായിട്ടിട്ട് മുടി എന്താ പറയുക നരയൊന്നും മാറാതെ അവിടെ ഇവിടെയാക്കിയായിട്ട് വെള്ളമുടിയൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നത്. മൈലാഞ്ചി ഇട്ടിട്ട് 2 മണിക്കൂറോളം ഞാനിപ്പോൾ ഇത് മുടിയിൽ വെച്ചു. എന്നിട്ട് കഴുകിയതാണിത്. അപ്പോൾ നിങ്ങൾ നോക്കി ആ ഒരു നരച്ച മുടിയെല്ലാം ഒരു ചെമ്പൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ മുടിയെല്ലാം ഇങ്ങനെ റെഡ് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നീലയമരിയാണ്. നമ്മൾ ഈ നീലയമരി വെച്ചിട്ട് മുടി കറുപ്പിക്കുമ്പം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ മുടിക്ക് ആവശ്യമുള്ള അത്രയും നീലയമരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഞാൻ സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്.
മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമ്മളിത് വെക്കുമ്പം തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കറുത്ത കളർ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മുടി കറക്കുന്നത്. അതായത് നമ്മളിതിന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആദ്യം തേച്ചതെല്ലാം ഇങ്ങനെ ബ്ലാക്ക് കളറിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതാ മുടിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിന് ഒരു മുടി പോലും വിടാതെ കണ്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിക്ക് വേണ്ട നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുഴുവനും മുടിയിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, നിങ്ങളൊരു 3 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സമയമുണ്ടെങ്കിൽ അത്രയും വയ്ക്കുക കേട്ടോ. അപ്പോഴത്തേനും കണ്ടോ മൊത്തത്തിൽ ബ്ലാക്ക് കളറായിട്ടുണ്ട്. ആ പച്ച മുഴുവനും ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിത് ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്, വെറുതെ കഴിക്കാൻ മതി. ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കളറൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പോകും. കാരണം ഇത് തികച്ചും നാച്ചുറലാണ്, ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാമ്പു ഒന്നും ഒരു 2-3 ദിവസത്തേന് ഉപയോഗിക്കുകയോ ചെയ്തേക്കരുത്. ചുമ്മാ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. കണ്ടോ ഇതിൻ്റെ റിസൾട്ട് കണ്ടോ നിങ്ങൾ? നല്ല കറക്റ്റായിട്ടിട്ട് തന്നെ നമുക്ക് യാതൊരു കെമിക്കലുകളും യൂസ് ചെയ്യാതെ കൊണ്ട് തന്നെ മുടി നല്ല പെർഫെക്റ്റ് ആയിട്ടിട്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നീലയമരിയും ഈ മൈലാഞ്ചിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ യാതൊരുവിധ കെമിക്കലുകളുടെയും പുറകെ പോകേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ ഉപയോഗിക്കുമ്പം കറക്റ്റായിട്ട് തന്നെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.